നീ വിളിക്കുന്നു അല്ലാ, ഒരു 100 രൂപ കൊടുത്ത് എഴുതിയിട്ട് ഏതെങ്കിലും മതപ്രഭാഷണ വേദികളിൽ കൊടുത്തുവിടും. ഒന്ന് ദ്വാരക്കണം, സാധേ കൈയും കാലം അനങ്ങുന്നില്ല, പൊങ്ങുന്നില്ല, വേദനിക്കുന്ന ICUവിലാണ് ദ്വാരക്കണം. ആഫിയത്തോടുകൂടി പള്ളിയുടെ തിരുമുറ്റത്തൂടെ പോയാലും പള്ളിക്കകത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ്. ICUവിനകത്തോട്ട് കയറിയിട്ട് മിഷ്യനൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ചപ്പോ 100 രൂപ കൊടുത്തിട്ട് ആശുപത്രി ബില്ല് 10,100 രൂപ, ആ 10,000 കട്ട് ചെയ്തിട്ട് 100 രൂപ പള്ളിക്ക് കൊടുത്തിട്ട് ദ്വാരക്കാൻ എങ്ങനെ അല്ല സ്വീകരിക്കാൻ? കല്ലി വല്ലി കട അവിടെ കുറച്ച് നാളോടെ അങ്ങനല്ലേ? 50 രൂപ 100 രൂപ, ആശുപത്രിയുടെ ബില്ലടയ്ക്കാൻ 10,000 കണക്കിന് രൂപ. ഇതിനാണ് പ്രാമുഖ്യം നൽകുന്നത് മനുഷ്യൻ. അള്ളാഹു അവന് ഒറിജിനാലിറ്റി, അവന്റെ ശരീരത്തിന് ആരോഗ്യം നൽകിയപ്പോ ആ ആരോഗ്യത്തിന്റെ വില അവന് മനസ്സിലായില്ല. ആ ശരീരത്തിൽ ഒരു ന്യൂനത വന്നപ്പോൾ അവന്റെ വില അവൻ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാനാണ് ഉലമാക്കൾ പറയുന്നത് സൂറിൽ മുസ്തശ്ഫ ഫി ശഹരി മറത്തൻ ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫി സിഹത്തി വൽ ആഫിയ. അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്ത ആരോഗ്യവും ആഫിയത്തും അറിയണമെങ്കിൽ, അതിന്റെ ഗൗരവം അള്ളാഹു നൽകിയതിന്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ രോഗികളെ പോയി സന്ദർശിക്കുക, രോഗികളെ പോയി സന്ദർശിക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഒരു മുസ്ലിമായ സഹോദരന്റെ കടമയും ബാധ്യതയുമാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുകയാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പുകാരനെന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ സഹാബാക്കൾ എല്ലാവരും മൗനം ദീക്ഷിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഖാല അബൂബക്കർ സിദ്ദീഖ് പറയുകയാ, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് നബിയേ, ഞാൻ ഇന്ന് നോമ്പുകാരനാണ് നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും അതേ സദസ്സിൽ വെച്ച് ചോദിക്കുകയാണ്, മൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നേ ദിവസം ഒരു മയ്യത്തിനെ അനുഗമിച്ചവരുണ്ടോ, ഒരു ജനാസയുടെ പിന്നാലെ പോയവരുണ്ടോ, ആ മയ്യത്ത് സംസ്കരണ ചടങ്ങിൽ പങ്കെടുത്തവരുണ്ടോ? സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ ആരും എഴുന്നേൽക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് വീണ്ടും പറയുകയാ, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാനാണ് നബിയേ, ഞാനാണ് നബിയേ, ഇന്നേ ദിവസത്തിൽ ഒരു ജനാസയെ അനുഗമിച്ചു ഹബീബേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിനും അബൂബക്കർ മാത്രമാണ് മറുപടി പറഞ്ഞത്. വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാ, മൻ തബിയ മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രോഗികളെ സന്ദർശിച്ചവരുണ്ടോ? എത്ര രോഗികള് നമ്മുടെ നാട്ടിൽ കിടക്കുന്നു, ആരെങ്കിലും പോയി സന്ദർശിക്കാറുണ്ടോ? മരിക്കുമ്പോ ഓടി വരും, മയ്യത്ത് കബറിനകത്ത് വെക്കുമ്പോ അടക്കുന്ന സമയം അടക്കല്ല ഒരാളുടെ അടക്കല്ല, അവിടുന്നേ വിളിച്ചു പറയും, അടക്കല്ല ഒരാളും കൂടെ. ജീവിതത്തിൽ പള്ളി കയറിയിട്ടില്ല, നിസ്കാരമില്ല. ഇവനെ ഈ മക്ബറക്കകത്ത് കൊണ്ടുപോയാൽ തന്നെ ബാക്കിയുള്ള കബറിനകത്ത് മൊത്തം ശിഷ്യായിരുന്നു. ഇവനെ ഇപ്പൊ കാണിക്കണമെന്ന് എന്താ തെളിവ്? ഇവനെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ വേണ്ടി 10-15 വർഷമായിട്ട് സുഖമില്ലാതെ കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യൻ മരിച്ച സമയമാകുമ്പോ അവനെ പോയി കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇവനെ ഇപ്പൊ പൊക്കി കാണിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ആദ മിൻകുമുൽ യൗമ മരീളാ, നിങ്ങളിൽ ആരാണ് ഇന്നേ ദിവസം രോഗിയെ സന്ദർശിച്ചത്? ആരും എഴുന്നേൽക്കാത്ത സദസ്സിൽ നിന്ന് വീണ്ടും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ. ഇത്ര ഭാഗ്യം, ഇത്ര രോഗികളുണ്ട്, ആര് പോയി നോക്കിയിട്ടുണ്ട്? ഇവ മരിക്കണം ഒരാളുടെ പിറകെ പോണെങ്കിൽ, ഒരാളുടെ മയ്യത്തോടുണ്ടെങ്കിൽ മുസ്താദെ മരിക്കാതെ ഞങ്ങളിപ്പോ അങ്ങനെ ആരെ അടിച്ചു വന്നിട്ട് മയ്യത്ത് പിറകെ കൊണ്ടുപോകാൻ പറ്റുമോ? അത് വേണ്ട, ഇല്ല വേണ്ട, പോട്ടെ. സുന്നത്ത് നോമ്പ് പിടിക്കാലോ, തിങ്കളാഴ്ച വ്യാഴാഴ്ച അയ്യാമൽ വീതിലൊക്കെ നോമ്പ് പിടിക്കാലോ, അത് സാധിക്കും. രോഗികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്നും ആ രോഗിയെ കാണാൻ പോകുന്നതിനകത്ത് എന്താ ഇപ്പൊ അർത്ഥമുള്ളത്? എന്നും പോണം കാണാൻ, രോഗി എന്തെന്നെ കാണാൻ പോണം. അയാൾക്ക് വലിയ ഇനാസ് ഉണ്ടാവും, അയാൾക്ക് വലിയ സന്തോഷം ഉണ്ടാകും, ഒരു റാഹത്ത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടാകും.
മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും അവന്റെ എല്ലാ സംരക്ഷണവും ആ രോഗിയുടെ സമീപത്തേക്ക് ഇറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യാ അബ്ദി, ഏ ദാസനേ മരിൽതു, ഞാൻ രോഗിയായിട്ട്, ഫലം തഉദ്നി, എന്തേ നീ എന്നെ രോഗസന്ദർശനം നടത്താത്തത്? അല്ലാഹ് ചോദിക്കുന്നു. അല്ലാഹ് ചോദിക്കുകയാണ് ആരോട്? ഞാൻ രോഗിയായി. ഖാലല്ലാഹു തബാരക വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഏ ദാസനെ, ഞാൻ രോഗിയായിട്ട് നീ എന്തേ എന്നെ സന്ദർശിക്കാൻ വരാത്തത്? ഉടനെ ഇവൻ ചോദിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, അൻത റബ്ബുൽ ആലമീൻ, കൈഫ അഊദുക, നിന്നെ ഞാൻ എങ്ങനെയാണ് സന്ദർശിക്കുക പടച്ചവനെ? നീ ലോകത്തിന്റെ രക്ഷിതാവല്ലയോ, ലോകത്തിന്റെ അധിപരാശക്തിയല്ലയോ അല്ലാ. കൈഫ അഊദുക യാ റബ്ബി, എന്റെ പടച്ചവനെ, നിന്നെ ഞാൻ എങ്ങനെയാണ് സന്ദർശിക്കുക? നീ ലോകത്തിന്റെ രക്ഷിതാവ്, നീ രോഗിയായാൽ ഞാൻ എങ്ങനെ വരും? നിനക്കങ്ങനെ രോഗം പിടിക്കുവോ? അള്ളാഹുവിനോട് ചോദിക്കുന്നു മനുഷ്യൻ. ഉടനെ ഖാലല്ലാഹു തബാരക വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി പറയുകയാണ്, അമാ അലിംത അന്ന ഫുലാനൻ മരിള ഫലം തഉദുഹു, നീ അറിഞ്ഞില്ലയോ, നിന്റെ വീടിന്റെ 10 മുറിക്കപ്പുറത്ത്, 10 വീടിന്റെ അപ്പുറത്ത്, 10 വാരക്കപ്പുറത്ത് ഒരു സഹോദരൻ, ഇന്ന സഹോദരി രോഗിയായി കിടന്നിട്ട് നീ എന്തേ അവനെ സന്ദർശിക്കാത്തത്? അമ്മാ അലിംത, ഏ യുവാവേ, യുവതികളെ, ഏ അല്ലാഹുവിന്റെ ദാസനെ, നീ അറിയണേ, ആ സന്ദർഭത്തിൽ നീ ആ രോഗിയെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ, ഫവജതനി ഇൻദഹു, ആ രോഗിയുടെ പരിസരത്ത് നിനക്ക് എന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം രോഗിയായി കിടക്കുന്ന സഹോദരിയുടെ അരികിലൂടെ നടന്നു പോയിട്ട് അവരൊറ്റപ്പെട്ട ജീവിതം നയിക്കുമ്പോ അവരോടൊരു കുശലാന്വേഷണം നടത്താൻ, അവരോടൊരു നർമ്മസല്ലാപം നടത്താൻ എന്തേ നീ തയ്യാറാകാത്തത്? അങ്ങനെ പോയിരുന്നുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫവജതനി ഇൻദഹു, ആ രോഗിയുടെ സമീപത്ത് നിനക്ക് എന്നെ കാണാൻ കഴിയുമായിരുന്നു. എന്നെ കാണാമായിരുന്നു പറഞ്ഞാൽ അള്ളാന്റെ സഹായം ഉണ്ടാകും. അള്ളാന്റെ സഹായം ഉണ്ടാകും. എന്തേ നിങ്ങൾ പോകാഞ്ഞത്? അതുകൊണ്ടാ പറഞ്ഞ സുർ അൽ മുസ്തശ്ഫ ഫി ശഹരി മറത്തൻ ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫി സിഹത്തി വൽ ആഫിയ. രോഗിയുടെ അടുക്കൽ പോണം, അവരെ സമാശ്വസിപ്പിക്കണം. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ, മൻ ആദ മിൻകുമുൽ മരീള, നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗിയാണെന്ന് രോഗിയെ സന്ദർശിച്ചതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, അനയാ റസൂലല്ലാഹ്, അനയാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ, ഞാനാണ് നബിയെ, ഞാനാണ് നബിയെ. അവിടെ വിജയിച്ചു. എല്ലാ തൗഫീഖും ഒപ്പിയെടുക്കുകയാണ് സ്വഹാബാക്കൾ. നമുക്ക് വെറുതെ കിട്ടുന്ന തൗഫീഖാണ്. ഒരു രോഗിയെ സന്ദർശിച്ചാൽ 70,000 മലക്കുകൾ ആ പരിസരത്ത് വന്ന് നമുക്ക് ദ്വാരക്കും. ഫ്രീ ആയിട്ട് കിട്ടുന്ന ചാൻസ്, ഫ്രീ. മാമിൻ മുസ്ലിമിൻ യഊദു മരീളാ ഗുദവതൻ ഇല്ലാ സല്ലത്ത് അലൈഹിമുൽ മലായിക 70,000 മിനൽ മലായിക ഇല്ലാ സല്ല അലൈഹി 70,000 മിനൽ മലായിക കമാ ഖാല റസൂലുള്ളാഹി. രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ, രാവിലെ ഒരാൾ രോഗിയെ സന്ദർശിക്കാൻ പോയാൽ സന്ധ്യാസമയം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. 70,000 മലക്കുകളുടെ ദുആ ഫ്രീ ആയിട്ട് കിട്ടും. വെറുതെ ഒന്ന് പോയിട്ട് ആ തലയിലൊക്കെ ഒന്ന് കൈവച്ച് റാഹത്ത് തന്നെ, അല്ലാഹു ആഫിയത്ത് തരട്ടെ, സന്തോഷം തരട്ടെ, നല്ല ഒരു വാക്ക് പറഞ്ഞു അവനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിലൂടെ രാവിലെ പോയാൽ വൈകിട്ട് വരെ 70,000 മലക്ക്.
ومن عاد عشيا إلا صلى عليه 70,000 من الملائكة حتى يصبح كما قال رسول الله. സന്ധ്യാസമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ നേരം വെളുക്കുന്നത് വരെ 70,000 മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വകാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന, മാത്രമല്ല അവന് നാളെ സ്വർഗത്തിൽ ഒരു പൂന്തോട്ടവും അല്ലാഹു അവന് സമ്മാനിക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ തൗഫീഖപ്പാ! എന്തിനാ ഇത് കളയുന്നത് നമ്മള്? എത്ര രോഗികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് ആർക്കെങ്കിലും പോയി ഒന്ന് കണ്ടൂടെ? എന്തേ ഒന്ന് പോയി കാണാത്ത? ദിവസവും പോണം. വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്ന മൊയ്ലിയാക്കന്മാരെ ദുആ ഇറക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 70,000 മലക്കുകളുടെ ദുആ കിട്ടുന്നതാണോ വലുത്, ഞങ്ങളുടെ ദുആ ആണോ വലുത്? ദുആയ്ക്ക് എല്ലാവർക്കും മഹത്വമുണ്ട്. എന്നാലും മലക്കുകൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ദുആയാണ്, ഫ്രീ ആയിട്ട് കിട്ടാണ്. പോയിട്ട് ആ രോഗികളെ ഒന്ന് കണ്ടൂടെ? അബൂബക്കർ സിദ്ദീഖ് അവിടെയും വിജയിച്ചു. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നേ ദിവസം മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുത്തവരുണ്ടോ? അബൂബക്കർ അവിടെയും വിജയിക്കുകയാണ്. ഖാല അബൂബക്കർ സിദ്ദീഖ് പറയുകയാ, അന യാ റസൂലല്ലാഹ്, അന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാനാണ് നബിയെ, ഞാനാണ്. ഈ 4 ചാൻസും ഒരു കുടക്കീഴിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിട്ടി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 4 ഗുണങ്ങൾ, ഈ 4 കാര്യങ്ങൾ ആരൊരാളിൽ ഒത്തുചേർന്നുവോ ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലല്ലാതെ അവനുള്ള കവാടം, അവനുള്ള സങ്കേതം, അവനുള്ള പ്രതിഫലം, അവനുള്ള സമ്മാനം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര ഈസി ആയിട്ട് സ്വർഗം വിലയ്ക്ക് വാങ്ങിയവർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് ഏറ്റെടുക്കണം, ചെയ്യണം. നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. യുവാക്കളെ, നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ കടപ്പാടാണ്. അപ്പൊ അതുകൊണ്ട് അൽ മുസ്തഷ്ഫ ഫി ശഹരി മറത്തൻ ലിതഅരിഫ ഫളലല്ലാഹി അലൈക ഫി സിഹത്തി വൽ ആഫിയ. അല്ലാഹു നിനക്ക് തന്ന ആഫിയത്തിനെ കുറിച്ച് അറിയാൻ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുമ്പോൾ زر الحديقة في الأسبوع مرة لتعرف فضل الله في جمال الطبيعة. ആഴ്ചയിൽ ഒരു പ്രാവശ്യം നീ പാർക്കുകൾ സന്ദർശിക്കണമേ, പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ സന്ദർശിക്കണമേ. അല്ലാഹു പ്രകൃതിയുടെ വരദാനം എന്താണ് നിശ്ചയിച്ചതെന്നത് നിനക്കപ്പോൾ ബോധ്യമാകും. പടച്ച തമ്പുരാൻ ഈ ലോകത്ത് വിധാനിച്ചത് എങ്ങനെയാണ്, അവന്റെ സൗന്ദര്യം എന്താണ്, പ്രകൃതിയുടെ സൗന്ദര്യം എന്താണ്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിനക്കറിയാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നീ പാർക്കുകളും പൂന്തോട്ടങ്ങളും സന്ദർശിക്കണമേ. അത് വേണമെങ്കിൽ ഞങ്ങൾ ഏറ്റെടുത്തു ഉസ്താദെ, ആ ഒരൊറ്റ കാര്യമൊക്കെ അതെല്ലാരും ക്ലിയർ ആയിട്ട് തന്നെ ഏറ്റെടുക്കും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മതിയോ, ഒരു 2 പ്രാവശ്യം ആയിക്കൂടെ, ശനി ഞായറും? അതെല്ലാരും ഓക്കെ. എല്ലാവരും എന്തോ ഒന്ന് പറയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, ഒന്നും പറഞ്ഞു കിട്ടാൻ വേണ്ടി, ഒന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അതെന്തിനാ പോകുന്നത്, ഇന്ന് പാർക്കിൽ പോണത് എന്തിനാന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചില സ്ഥലത്ത് പാർക്കിലൊക്കെ പോകുമ്പോ ചെടി മോളിൽ ഇങ്ങനെ അനങ്ങുന്ന കാണാം, ചാലകളെ കാണൂല, ചെടിയുടെ മോളിൽ ഇങ്ങനെ കിടന്ന് അനങ്ങുന്നത് കാണാം. പിന്നെ തപ്പി പരിസരത്ത് പോകുമ്പോഴാണ് ഇണക്കിളികൾ ഇരുന്നിട്ട് അവിടെ അനക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുകളിൽ അതിന്റെ അടയാളം ടവർ അനങ്ങുന്നത്. താഴെ മോട്ടർ ജനറേറ്റർ ഇരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മുകളിൽ ടവറിൽ അത് നമുക്ക് അതിന്റെ അടയാളം റേഞ്ച് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. ലാൽബാഗിൽ പോയാൽ ഏക്കർ കണക്കിന്